ആ തേപ്പുകാരൻ നാട്ടിൽ പോയിട്ട് കുറെ ദിവസമായല്ലോ ജോസേട്ടാ, എന്തെങ്കിലും വിവരമുണ്ടോ? കുറെ ദിവസമായി ഈ സാധനം വഴിമുടക്കായിട്ട് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു. എന്റെ വീട്ടിൽ ഇട്ടിട്ട് പോകാന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞു പറ്റില്ലാന്ന്. കള്ള വർഗ്ഗങ്ങളാ. ചെമ്പല്ലിക്ക് എന്താ വില? 200. കനി വരുമ്പോഴേക്ക് ഇത് മുഴുവൻ പെയിന്റ് ചെയ്ത് വൃത്തിയോടായിക്കോ കേട്ടോ. ഒന്നുമില്ല, ഐ മേക്ക് ദിസ് ബ്യൂട്ടിഫുൾ. കന്യാങ്കലിനോട് ഞാൻ പ്രോമിസ് ചെയ്തതാ. എന്തു മീനമ്മ? മത്തി. നിന്റെ മേരിയാൻറ്റി പറഞ്ഞിട്ടില്ലേ, വൺ ഓഫ് ദ ഹെൽത്തിയസ്റ്റ് മീനാ മത്തി. കുന്താണ്. അമ്മയുടെ പിശുക്കാരനല്ലേ എന്നൊരു മത്തി. എനിക്കൊന്നും വേണ്ട. മത്തിയവിയലടി മേരിയാൻറ്റി ഇന്ന് ട്രൈ ചെയ്യുന്നേ, നീ കണ്ടോ? എനിക്കൊന്നും കണ്ട. കണ്ട മീരി വന്നേ പിന്നെ നീ ഇത്ര വഷളായത്. ഓ, ഞാൻ സഹിച്ചു. ഡി മത്തി റെഡി, നീ ഒന്ന് വന്നേ. എടി 2 minutes, നീ ഒന്ന് കഴിവയ്ക്ക്, ഞാനിപ്പോൾ വരാം പ്ലീസ്. ടാബ്ലറ്റ് തീർന്നോ? നീ ഇന്ന് കഴിച്ചില്ലേ? ഇല്ല, സിന്തറ്റിക്കിനേക്കാൾ കോൺജുഗേറ്റഡ് ഈസ്ട്രജൻസ് ആണ് എൻ്റെ ബോഡിക്ക് നല്ലതെന്നാണ് ഡോക്ടർ തോബിയസ് ചെന്നൈന്ന് പറഞ്ഞത്. ഓ, പ്രിമാരിൻ 625 ആണ് ബെസ്റ്റ്. അതിവിടെ അവൈലബിൾ അല്ല. ചെന്നൈയിൽ കിട്ടില്ലേ? വീക്കെൻഡിലും അത് വരുമ്പോൾ കൊണ്ടുവരാൻ പറയാം. എന്തായാലും മരുന്ന് മുടക്കരുത്, എന്നാലല്ലേ എൻ്റെ മേരിക്കുട്ടിയുടെ തടിയൊക്കെ പോയി നല്ല ചെത്ത് ഫിഗറാവാൻ പറ്റുള്ളൂ. നീ ഒന്ന് വന്നേ. നീ കൈ വെച്ചില്ലേ തനു ഒന്നും ഒരുപാട് കഴിക്കില്ല കേട്ടോ. തനു മതി വരച്ച കയറി വാ. ജോണേ, നിന്നെപ്പോലെ തന്നെ ഈ ഇടവകയിൽ ജനിച്ചു വളർന്നവനാണ് മാത്തുക്കുട്ടി. ഇപ്പൊ അവൻ മേരിക്കുട്ടിയാണെന്ന് വെച്ച് എനിക്ക് അവനെ തള്ളി പറയാൻ പറ്റില്ല. അവന്റെ അപ്പൻ തോട്ടക്കരയിലെ പിലിപ്പ് മോൻ ഇങ്ങനെ ആണും പെണ്ണും കെട്ടവനായ ശേഷം പള്ളി വന്നിട്ടുണ്ടോ? അവന്റെ അമ്മയും പെങ്ങളും അവന്റെ കോലം കണ്ട് കരഞ്ഞോണ്ടല്ല ഇന്ന് ഇവിടെ ഇറങ്ങിപ്പോയത്. വീട്ടുകാർക്ക് വേണ്ടാത്തവരെ പിന്നെ പള്ളിക്ക് എന്തിനാച്ചോ? ആരുമില്ലാത്തവർക്ക് ആ കർത്താവിന്റെ തുണ ആവശ്യം. മാത്രമല്ല, മേരിക്കുട്ടിയെ പോലെയുള്ളവരെ സഭ അംഗീകരിച്ചതാണ്, പോപ്പ് അംഗീകരിച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ എത്ര പ്രശ്നം? ഇവറ്റോള് തുണി പൊക്കി കാണിക്കച്ചോ, പിന്നെ കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യും. നിന്നെ അവള് തുണി പൊക്കി കാണിച്ചോ തോമസ്? വെറുതെ വിവരദോഷം പറയരുത്. MCA വരെ പഠിച്ചതാണ് മേരിക്കുട്ടി. ചെന്നൈ വിപ്രോയിൽ നല്ലൊരു ജോലി രാജിവെച്ചിട്ട് അവളിവിടെ വന്നത്. മേരിക്കുട്ടി അടുത്ത മാസം മുതൽ പള്ളിയിലെ കൊയറിൽ പഠിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഏത് ഞങ്ങള്? എന്റെ അച്ഛൻ്റെയും. അതിനിപ്പോ എന്താ കുഴപ്പം? മാത്തുക്കുട്ടി പണ്ട് ഇവിടുത്തെ കൊയറിൽ പാടിയിട്ടുണ്ടല്ലോ, ഇനി മേരിക്കുട്ടിയും പാടട്ടെ അല്ലേ ചോ? നീ FM-ലേക്ക് ചെല്ല ആൽവിൻ. ന്യൂസ് ബുള്ളറ്റിൻ തുടങ്ങാൻ സമയമായില്ലേ? ന്യൂസ് ബുള്ളറ്റിൻ തുടങ്ങണമെങ്കിൽ അച്ഛൻ വന്ന് വാർത്ത വായിക്കണം. അച്ഛൻ വന്നേ. എന്റെ കടയുടെ പരസ്യം എന്തോയി? അത് റെഡിയല്ലേ? ഈ ആഴ്ച ഒരു വോയിസ് ടെസ്റ്റ് എടുക്കുന്നുണ്ട്, അത് റെഡിയാ അപ്പ എറിയും. അതിന്റെ ഇടയിലെ ഒരു പുട്ടുകച്ചവടം. അച്ഛൻ മേരിക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയണം. മേരിക്കുട്ടി ഈ പള്ളിയിൽ വന്ന് തന്നെ പ്രാർത്ഥിക്കും. ഈ നാട്ടിൽ അവൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്യും. അതാണ് എന്റെ തീരുമാനം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മേരിക്കുട്ടി ഇന്നലെ ന്യൂസ് നൈറ്റ് കണ്ടിരുന്നോ? ഇല്ല, എന്താ? അയ്യോ, അപ്പോൾ ഗസ്റ്റായിട്ട് ഞാൻ ഉണ്ടാവുന്ന വാട്സപ്പ് ചെയ്ത് കിട്ടിയില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്നലെ 10-15 മിനിറ്റ് ഞാൻ തന്നെയായിരുന്നു ഷോ ലീഡ് ചെയ്തിരുന്നത്. ഓൺ ട്രാൻസ്ജെൻഡർ റൈറ്റ്സ്. യൂട്യൂബ് ലിങ്ക് ഇന്ന് വരും, ഞാൻ അയച്ചുതരാം. ഇടയ്ക്ക് മേരിക്കുട്ടി ഒന്ന് കോട്ടി വരുന്നു. ഐ എം നോട്ട് എ ട്രാൻസ്ജെൻഡർ, ഐ എം ട്രാൻസെക്ച്വൽ, ഇഫ് യു വാണ്ട് ടു കോൾ മീ ദാറ്റ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ വക്കീലിന്? പിന്നെ എന്താ? ട്രാൻസ്. ഇതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രോഗ്രാം കാണാതിരുന്നത്. വ്യത്യാസമൊക്കെ ഉണ്ട്. മേരിക്കുട്ടി നില്ലേ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് സൊസൈറ്റി നിങ്ങളെ കാണേണ്ട രീതി മാറണ്ടേ, സപ്പോർട്ട് വേണ്ടേ? മേരിക്കുട്ടിക്ക് തന്നെ സർജറിക്ക് ശേഷം ചെന്നൈയിലുണ്ടായിരുന്ന നല്ലൊരു ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നില്ലേ? റിസൈൻ ചെയ്തത് അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ അംബീഷൻ അതൊരു തടസ്സമായിരുന്നു. ആക്ച്വലി സർജറി കഴിയുന്നവരെ ഞാൻ അവിടെ പിടിച്ച് നിന്നേ ഉള്ളൂ. അതെന്ത് അംബീഷൻ? ആ, പോലീസാവുന്നത്. അതുകൊണ്ടാണോ മേരിക്കുട്ടി മുടി വളർത്താത്തത്? അത് വളർന്നോളൂ, സർജറി ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ. അത് മതി, പതിയെ വളർന്നാൽ മതി. എന്തായാലും മുടിയില്ലെങ്കിലും യു ആർ സോ അട്രാക്റ്റീവ് മേരിക്കുട്ടി. വക്കീലിനോട് കുറച്ച് നാളായി ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കും. എന്താ മേരിക്കുട്ടി? വക്കീലിനോട് പ്രേമാണോ? സത്യം. എന്നെ കല്യാണം കഴിക്കാമോ? അത് എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല, പക്ഷെ സെക്ഷലി നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. മതി, എനിക്കത് മാത്രം മതി. പക്ഷെ ആ ടൈം പാസിന് എനിക്ക് സമയമില്ല. മെയിലിൽ ഈ വർത്തമാനം പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്. ഇല്ല, വരില്ല. താങ്ക് യു. ഗുഡ് ഡേ. ഗുഡ് ഡേ. ഞാനൊരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ കേസൊന്നും ഇല്ലേ കുണ്ടമ്പക്കിലെ? കുണ്ടമ്പക്കിലെ
ഓക്കെ ഓട്ടം വേസ്റ്റായി പോയി. കേരള പോലീസിൽ SI ആകാനുള്ള നിങ്ങളുടെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ മോക്ക് ടെസ്റ്റ്. അടുത്ത മാസം നടക്കുന്ന റിട്ടേൺ ടെസ്റ്റ് പാസ്സായാൽ നിങ്ങൾ അതിന്റെ ഒരു പടി കൂടി കടക്കും. അതുകൊണ്ടും ആയില്ല, പിന്നെയും കിടക്കുന്നു കടമ്പകൾ. റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ്, ഇന്റർവ്യൂ, പോലീസ് വെരിഫിക്കേഷൻ, ഇതിലൂടെ എല്ലാം കടന്നു പോവാൻ നിങ്ങൾ അസാമാന്യമായ ബുദ്ധിശക്തിയും മനഃശക്തിയും ആർജിക്കണം. എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അഭിമാനമായ കേരള പോലീസിന്റെ ഒരു ഭാഗമാകാം. എന്നതാടാ പ്രസന്നകുമാർ ഒരു കഥകളി? ഏയ് ഒന്നുമില്ല. എടാ കള്ളത്തരം കാണിക്കാനാണ് എന്തിനാടാ നീ പോലീസ് ആകുന്നത്? വേറെ പണിയൊന്നും കിട്ടാത്തോണ്ടാ ബ്രില്യൻ സാറേ. ടൈമപ്പ് എന്ന് പറഞ്ഞില്ലേ? പഞ്ച്വാലിറ്റി ആൻഡ് എജിലിറ്റി, അതാണ് ഒരു പോലീസുകാരനും പോലീസുകാരിക്കും വേണ്ടത്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഫീൽഡാണിത്. വളരെ പെട്ടെന്ന് SIയിൽ നിന്ന് CI ആയി പ്രൊമോഷൻ കിട്ടാം. പിന്നെ DSP, ASP അങ്ങനെ ഉയർന്ന് പറക്കാം. എന്നിട്ട് മിക്ക പോലീസ് സ്റ്റേഷനിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ടോയ്ലറ്റ് പോലും ഇല്ലല്ലോ സർ. ഓ, മേരിക്കുട്ടി ഫെമിനിസ്റ്റ് ആണോ? നോ സർ, ഐ എം എ ഹ്യൂമനിസ്റ്റ്. മേരിക്കുട്ടിക്ക് പറ്റിയ ടോയ്ലറ്റ് കേരളത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല സാറേ. യു ഷട്ട് അപ്പ്. മേരിക്കുട്ടി, ആദ്യം നമുക്ക് പോലീസ് ഫോഴ്സിന്റെ ഒരു ഭാഗമാകാം. അതിനൊരു കറക്ഷൻ ആവശ്യമെങ്കിൽ അത് അതിനകത്ത് നിന്നുകൊണ്ടാവണം, ശരിയല്ലേ? മേരിക്കുട്ടിയിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഈ ബ്രില്യൻ മാഷിനെ നിരാശപ്പെടുത്തരുത്. ഓക്കെ, ഐ ട്രൈ മൈ ബെസ്റ്റ്. താങ്ക് യു. മതി കോപ്പി അടിച്ചത്, ഇതാ.